കേരള കോൺഗ്രസ് എം നേതാവ് ജോസ് കെ മാണി നിലപാട് അസന്നിഗ്ധമായി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇടതുപക്ഷത്തോടൊപ്പം തന്നെ നിലകൊള്ളും. അതിൽ നിന്ന് മാറി ചിന്തിക്കേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യവും കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചില്ല. അത് നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞതാണ്, ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ചെയ്തതാണ്. അത് ഒരിക്കൽ കൂടി അദ്ദേഹം ആവർത്തിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടത്. എന്നിട്ട് മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞു, ഇനിയൊരു സംശയവും ബാക്കി ഉണ്ടാകരുത്. ഒരു വിധത്തിലുമുള്ള സഭയുടെ ഭാഗത്തുനിന്നോ അടക്കം ഒരു വിധത്തിലുമുള്ള സമ്മർദ്ദവും ആ അർത്ഥത്തിലില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. തംസപ്പ് ഉയർത്തിയാണ് അദ്ദേഹത്തിൻ്റെ നിലപാടൊരിക്കൽ കൂടി അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ ആവർത്തിച്ചത്. ജീസസ് പറഞ്ഞതുപോലെ, നസ്രത്തിലെ പെണ്ണുങ്ങളോട് സ്ത്രീകളോട് പറഞ്ഞതുപോലെ, നിങ്ങൾ എന്നെ ഓർത്ത് കരയേണ്ട, നിങ്ങൾ നിങ്ങളുടെ മക്കളെയും സ്വന്തത്തെയും ഓർത്ത് കരയൂ എന്ന് പറഞ്ഞ ജീസസിൻ്റെ വാക്കുകളാണ് ജോസ് കെ മാണി ഉദ്ധരിച്ചത് ഇടയ്ക്ക്. അതായത്, നിങ്ങൾ കേരള കോൺഗ്രസ് എമ്മിനെ ഓർത്ത് ആശങ്കപ്പെടേണ്ട, നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരെക്കുറിച്ച് ആശങ്കപ്പെട്ടാൽ മതിയെന്ന്. അതായത് UDFനുള്ള കൃത്യമായ രാഷ്ട്രീയ അമ്പ് തന്നെയാണ്, UDFിനെതിരായുള്ള രാഷ്ട്രീയ അമ്പ് തന്നെയാണ് ജോസ് കെ മാണി ഉന്നയിച്ചത്. നമുക്ക് ജോസ് കെ മാണി പറഞ്ഞ വാക്കുകൾ ഒരിക്കൽ കൂടി കേൾക്കാം. കേരള കോൺഗ്രസ് എം LDFിൽ ഉറച്ചു നിൽക്കും. ഇത് ആവർത്തിക്കുന്നു ജോസ് കെ മാണി. പാർട്ടിക്കൊറ്റ നിലപാടേ ഉള്ളൂ അദ്ദേഹം പറഞ്ഞു. ജോസ് കെ മാണിയുടെ വാക്കുകളിലേക്ക്. ജെറുസലത്തിലെ സഹോദരിമാരെ എന്നെ ഓർത്ത് കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് വിപുലിക്കും. അപ്പോൾ ഞങ്ങളെ ഓർത്ത് ആരും കരയണ്ട. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ജോസ് കെ മാണി ഒരു നിലപാടെടുക്കും, അല്ലെങ്കിൽ ജോസ് കെ മാണി കഴിഞ്ഞ 6 മാസക്കാലത്തിൻ്റെ ഇടയ്ക്ക് നമുക്കറിയാം ആ കേരള കോൺഗ്രസ് എന്ത് നിലപാടെടുക്കും, എന്തായിരിക്കും ഇനി എടുക്കാൻ പോകുന്ന നിലപാട് എന്ന് പറഞ്ഞ് നിരന്തരമായ ചർച്ചകൾ നടക്കുകയാണ് അല്ലേ. ഒരു കാര്യം വളരെ വ്യക്തമാണ്, അതിനകത്ത് കേരള കോൺഗ്രസ് എം എവിടെയുണ്ടോ അവിടെ ഭരണം ഉണ്ടാവും എന്നുള്ളതിന് വളരെ വ്യക്തമാണ് അല്ലേ. അത് തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് എടുത്ത നിലപാട് ഞാൻ എത്രയോ ഘട്ടത്തിൽ പറഞ്ഞു. കേരള കോൺഗ്രസിന് ഒറ്റ നിലപാടേ ഉള്ളൂ, ആ നിലപാട് ഇടതുപക്ഷത്തിനോടൊപ്പമാണ് എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷത്തോടൊപ്പം തന്നെ തുടരുകയാണ്. ഇടതുപക്ഷത്തോടൊപ്പം തുടരുന്നില്ല എന്നുള്ള വാദങ്ങൾ പലരും പല കോണുകളും ഉയർത്തിയവർക്ക് കൃത്യമായ മറുപടി കൂടി കൊടുക്കുകയാണ്. ഇടതുപക്ഷത്തോടൊപ്പം ഉറച്ചു നിൽക്കും. ഇടതുപക്ഷത്ത് നിന്ന് മാറേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യവും കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചില്ല. അങ്ങനെ ഒരു ചർച്ചകൾ പോലും നടന്നിട്ടില്ല എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കുകയാണ്, അഥവാ ആവർത്തിക്കുകയാണ്. എന്തായാലും ജോസ് കെ മാണി പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. നസ്രത്തിലെ സ്ത്രീകൾ, നിങ്ങൾ തന്നെ ഓർത്ത് കരയേണ്ട, പക്ഷേ സ്വന്തത്തെയും മക്കളെയും ഓർത്ത് നിങ്ങൾ വിലപിക്കൂ എന്ന ജീസസിൻ്റെ വചനമാണ് UDFിന് അത്തരത്തിലുള്ള പ്രതിപക്ഷ പാർട്ടികൾക്ക് മറുപടിയായി ജോസ് കെ മാണി മുമ്പോട്ട് വെച്ചത്. ഇപ്പോൾ സനോജ് സുരേന്ദ്രൻ ഞങ്ങളുടെ പ്രതിനിധി കൂടി ചേരുകയാണ്. സനോജ്, അസന്നിഗ്ധമായി ഇടതുപക്ഷത്തോടൊപ്പം മാറി ചിന്തിക്കേണ്ട ഒരു സാഹചര്യവുമില്ല. സഭാ നേതൃത്വങ്ങളിൽ നിന്നും ഒരു സമ്മർദ്ദവും ഈ വിഷയത്തിലില്ല. ഇങ്ങനെ മുന്നണി മാറ്റത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലുമില്ല. നിങ്ങൾക്കിനി ഒരു സംശയവും ബാക്കിയുണ്ടാകരുത് എന്ന് ജീസസിൻ്റെ വചനങ്ങളടക്കം ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം, ബൈബിൾ വചനങ്ങളടക്കം ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്ത ഒരു കാര്യം കൂടിയുണ്ട് സനോജ് സുരേന്ദ്രൻ. അതായത്, രാഹുൽ മാങ്കൂട്ടം വിഷയമായിരിക്കാം, പല വിധത്തിലും ആടി ഉലയുന്നവർ അത്തരം വിഷയങ്ങളിൽ നിന്ന് മാറാൻ മറ്റൊരു വിഷയം നോക്കി നടക്കുകയാണ്. മാത്രമല്ല, LDFിൻ്റെ ജാഥ ക്യാപ്റ്റൻ ആ അർത്ഥത്തിൽ മധ്യ തിരുവിതാംകൂറിൽ താൻ തന്നെ ആയിരിക്കും എന്നതും അദ്ദേഹം പറയുന്നുണ്ട്. എന്തൊക്കെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്, വ്യക്തമാക്കിയത്? എന്തോ സനോജ് സുരേന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകാനായി ശ്രമിച്ചത്. എന്തായാലും ഇടതുപക്ഷത്തോടൊപ്പം തന്നെയാണ് ജോസ് കെ മാണിയും കേരള കോൺഗ്രസ് എമ്മും എന്ന് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ഇടതുപക്ഷം വിടേണ്ട ഒരു സാഹചര്യവും, ഒരു രാഷ്ട്രീയ സാഹചര്യവും കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചില്ല. അത്തരത്തിലൊരു ആലോചന പോലുമില്ല. തന്നെ ഓർത്ത് ആരും കരയേണ്ട. കേരള കോൺഗ്രസ് എം ഭരണം ഉള്ള, അതായത് കേരള കോൺഗ്രസ് ഒപ്പം നിൽക്കുന്നവർക്കൊപ്പം വിജയം എന്നും ഉണ്ടാകും എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. അതിൻ്റെ അർത്ഥം ഇടതുപക്ഷം വിട്ടുപോകുമെന്നല്ല, ഇടതുപക്ഷം തുടരും എന്ന അർത്ഥത്തിലാണ് താൻ അത് പറഞ്ഞത് എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ള വിഷയങ്ങൾ അത് മാധ്യമങ്ങൾ ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, അങ്ങനെ പല വിധത്തിലും ആടിയുലയുന്നവരുണ്ട്, അവരുടേതായ പ്രശ്നങ്ങൾ കൊണ്ട് അവർ ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ദിശയെ മാറ്റാൻ വേണ്ടിയായിരിക്കാം കേരള കോൺഗ്രസ് എമ്മിനെയും തന്നെയും കുറിച്ച് ഇത്തരത്തിൽ ഇല്ലാവചനങ്ങൾ, മീൻസ് ഞങ്ങൾ എടുക്കാത്തൊരു തീരുമാനത്തെ സംബന്ധിച്ച് ആകുലപ്പെടുന്നതും ആശങ്കപ്പെടുന്നതും എന്നത് കൂടിയാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തെ സംബന്ധിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോഴാണ് അദ്ദേഹം അത് സൂചിപ്പിച്ചത്. അത്തരം പ്രശ്നങ്ങൾ
ഒക്കെ ഉള്ള UDF-ഉം കോൺഗ്രസും അവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് മാറ്റാനാകും ഒരുപക്ഷെ കേരള കോൺഗ്രസ് എമ്മിലേക്ക് ഇങ്ങനെ വിരൽ ചൂണ്ടുന്നത്. കാരണം കേരള കോൺഗ്രസ് മുന്നണി മാറ്റത്തെ സംബന്ധിച്ച് ആലോചിച്ചിട്ടില്ല, ചർച്ച ചെയ്തിട്ടില്ല. ഇടതുപക്ഷത്തോടൊപ്പം തന്നെ നിൽക്കും. ഇടതുപക്ഷം വിട്ടുപോകേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യവുമില്ല. പിന്നീട് സ്ഥാനാർത്ഥികളെ അടക്കം നിർത്തുന്ന കാര്യത്തിൽ അത് പാർട്ടിയാണ് കൂട്ടായി തീരുമാനിക്കുക. പാർട്ടിയുടെ തീരുമാനത്തിനൊപ്പം ഉണ്ടാകും തങ്ങളെല്ലാവരും എന്ന കാര്യം കൂടി ജോസ് കെ മാണി വ്യക്തമാക്കുന്നു. സനോജ് സുരേന്ദ്ര ഒരിക്കൽ കൂടി ചേരുകയാണ്. സനോജ്, പറഞ്ഞു വന്നപ്പോൾ താങ്കൾ പറഞ്ഞത് കേട്ടിരുന്നില്ല ആദ്യം. എന്തൊക്കെയാണ് ജോസ് കെ മാണി പറഞ്ഞത്? അജിംഷാദ്, വളരെ ക്ലാരിറ്റിയോട് കൂടിയുള്ള ഒരു മറുപടിയാണ് ജോസ് കെ മാണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കാരണം പാർട്ടിയിൽ പ്രശ്നങ്ങളുണ്ട്, തങ്ങൾ മുന്നണി വിടുകയാണ് എന്ന തരത്തിൽ ചില മാധ്യമങ്ങൾ ബോധപൂർവം സൃഷ്ടിച്ച വാർത്തയാണ്. തന്നെ സോണിയാഗാന്ധി വിളിച്ചു എന്നതിന് എന്തെങ്കിലും തെളിവുകളുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകരോട് മറുചോദ്യമാണ് ജോസ് കെ മാണി ഉന്നയിച്ചത്. നാളെ അമേരിക്കൻ പ്രസിഡന്റ് തന്നെ വിളിച്ചു എന്ന് പറഞ്ഞാൽ തനിക്കത് തെളിയിക്കാൻ യാതൊരു മാർഗവുമില്ല. അടിസ്ഥാനരഹിതമായ വാർത്തകളാണ് മാധ്യമങ്ങൾ സൃഷ്ടിച്ചത്. ഇടതുമുന്നണിക്കൊപ്പം തന്നെ തുടരുമെന്ന് അസന്നിഗ്ധമായി ജോസ് കെ മാണി വ്യക്തമാക്കുകയുണ്ടായി. കേരള കോൺഗ്രസിനെ ഓർത്ത് ആരും കരയണ്ട, ഒരു മുന്നണി മാറ്റം ഉണ്ടാവുകയില്ല. കേരള കോൺഗ്രസ് ആർക്കൊപ്പമാണെങ്കിൽ അവിടെയുണ്ട് അധികാരം. അതുകൊണ്ട് തങ്ങൾ ഇടതുമുന്നണിക്കൊപ്പമാണ്. അതുകൊണ്ട് ഇടതുമുന്നണി വീണ്ടും അധികാരത്തിൽ തുടരുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. കേരള കോൺഗ്രസ് അനിവാര്യ ഘടകമായതുകൊണ്ടാണ് തങ്ങളെ UDF ക്ഷണിക്കുന്നത്. ആ കാര്യത്തിൽ ഞങ്ങളുടെ പാർട്ടിയിൽ യാതൊരു ഭിന്നതയുമില്ല. എന്തു തീരുമാനമെടുത്താലും 5 MLA-മാരും ഒപ്പം നിൽക്കും. അതിൽ യാതൊരു ഇല്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഒപ്പം തന്നെ ജോസ് കെ മാണി ജാഥ ക്യാപ്റ്റൻ ആകുകയില്ല എന്ന തരത്തിൽ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു. ആ ചോദ്യങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചത് ജാഥ ക്യാപ്റ്റൻ ജോസ് കെ മാണി തന്നെയാണ്. ചില അഡ്ജസ്റ്റ്മെന്റുകൾ വേണ്ടിവരുമെന്ന് ഞാൻ നേരത്തെ മുന്നണി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അതായത് പാർലമെന്റ് സമ്മേളനം നടക്കുകയാണ്, ഒപ്പം പാർലമെന്റിൽ ബജറ്റ് അവതരണമൊക്കെ ഉണ്ടാകും. ആ ഘട്ടത്തിൽ ഒരു രാജ്യസഭാ അംഗം എന്ന നിലയിൽ താൻ അവിടെ ഉണ്ടാവേണ്ട ദിവസങ്ങൾ ഉണ്ട്. ആ ദിവസങ്ങളിൽ ചിലപ്പോൾ ചില അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തേണ്ടി വരും. ആ കാര്യം താൻ മുന്നണി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ജാഥ ക്യാപ്റ്റൻ താൻ തന്നെയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. എന്തായാലും ഈ വിഷയത്തിൽ വിസ്മയകരമായ പരാമർശം കേരള കോൺഗ്രസുമായി കൂട്ടിവായിക്കേണ്ട, അതായത് UDF-ൽ വിസ്മയകരമായ മാറ്റമുണ്ടാകുമെന്ന് VD സതീശൻ വ്യക്തമാക്കിയത് ചോദിച്ചപ്പോഴാണ് വിസ്മയകരമായ മാറ്റം കേരള കോൺഗ്രസുമായി എമ്മുമായി കൂട്ടിവായിക്കേണ്ട സാഹചര്യമില്ല. ഒപ്പം തന്നെ റോഷി അഗസ്റ്റിനുമായി എന്തെങ്കിലും ഭിന്നതയുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹം വ്യക്തമായ മറുപടി പറയുന്നത് താൻ പറഞ്ഞിട്ട് തന്നെയാണ് റോഷി അഗസ്റ്റിൻ കഴിഞ്ഞ ദിവസം പാർട്ടി നിലപാട് വ്യക്തമാക്കിയത്. താനും റോഷിയും എല്ലാ ദിവസവും സംസാരിക്കാറുണ്ട്, ഇന്നും വിളിച്ചിട്ടുണ്ട്, ഇനിയുള്ള ദിവസങ്ങളിലും വിളിക്കും. ഞങ്ങൾക്കിടയിൽ യാതൊരു ഭിന്നതയുമില്ല. മാധ്യമ വാർത്തകളെ അമ്പെ പരാജയപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രതികരണമാണ് ജോസ് കെ മാണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അജിംഷാദ്, തീർച്ചയായും വ്യക്തമാക്കുകയാണ്, നിലപാട് ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ്. ഇത് നേരത്തെ തന്നെ ജോസ് കെ മാണി ഫേസ്ബുക്കിലൂടെയും മറ്റും പോസ്റ്റ് ചെയ്തതാണ്. അതൊരിക്കൽ കൂടി ഇത് ആവർത്തിക്കുന്നു. മാത്രമല്ല റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും ഒക്കെ മറ്റൊരു നിലപാടാണ് എന്ന മാധ്യമ പ്രചാരണങ്ങൾക്കും കൃത്യമായ മറുപടി അദ്ദേഹം നൽകുന്നു. എല്ലാ കാര്യങ്ങളിലും അതാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇനി ഒരു സംശയവും ബാക്കിയുണ്ടാകരുതെന്ന് മാധ്യമങ്ങളോട് വിരൽ ചൂണ്ടി അദ്ദേഹം പറഞ്ഞത്, അല്ലേ സനോജ് സുരേന്ദ്രൻ? തീർച്ചയായിട്ടും മാധ്യമങ്ങൾ എല്ലാ ദിവസവും വാർത്ത സൃഷ്ടിക്കുകയാണ്. കേരള കോൺഗ്രസ് മുന്നണി വിടുകയാണ്, ജോസ് കെ മാണിയെ സോണിയാഗാന്ധി വിളിച്ചു. ഇത്തരത്തിൽ നിരന്തരമായ വാർത്തകൾ, ഈ വാർത്തകൾ സൃഷ്ടിക്കുന്നതിന് പിന്നിൽ ചില ആളുകളുടെ ബോധപൂർവമായ അജണ്ടയുണ്ട്. അത് ആരാണ് എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ എല്ലാ ദിവസവും ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാവിലെ ജോസ് കെ മാണി ഞാൻ LDF വിടില്ല കേട്ടോ, LDF വിടില്ല എന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ പണ്ട് പറയേണ്ട ഗതികേടൊന്നുമില്ല. തങ്ങൾ ഇടതുമുന്നണിക്കൊപ്പം ഉറച്ചു നിൽക്കും. ആ രാഷ്ട്രീയ നിലപാടിൽ യാതൊരു മാറ്റവുമില്ല. തങ്ങളെ ഒരു ഘട്ടത്തിൽ UDF-ൽ നിന്നും പുറത്താക്കിയതാണ്. ആ രാഷ്ട്രീയ സാഹചര്യത്തിന്റെ മാറ്റമില്ല. തങ്ങളായിട്ട് പുറത്തു പോയതല്ല, തങ്ങളെ പുറത്താക്കിയതാണ്. ആ പുറത്താക്കിയിടത്തേക്ക് വീണ്ടും പോവേണ്ട സാഹചര്യം ഇപ്പോഴില്ല. അതിനാൽ LDF-ൽ തുടരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ്. നിങ്ങൾ ഓരോ ദിവസവും, അതായത് നിങ്ങൾ എന്നുദ്ദേശിച്ചത് മാധ്യമങ്ങൾ ഓരോ ദിവസവും വാർത്ത സൃഷ്ടിക്കുമ്പോൾ എല്ലാ ദിവസവും അതിനോട് പ്രതികരിക്കേണ്ട സാഹചര്യമില്ല. ഈ കാര്യത്തിൽ ഇനി യാതൊരു മാറ്റവുമില്ല. അതുകൊണ്ട് ഇനി നാളെ മുന്നണി വിടുന്നു എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിപ്പിക്കാൻ പാടില്ല എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് നിർദ്ദേശിക്കുകയുണ്ടായി. എന്തായാലും ഇടതുമുന്നണിക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്ന വ്യക്തമായ സന്ദേശം തന്നെയാണ് ജോസ് കെ മാണിയുടെ വാക്കുകളിലൂടെ വ്യക്തമാവുന്നത്. അജിംഷാദ്, അതുപോലെ തന്നെ അദ്ദേഹം സൂചിപ്പിച്ച മറ്റ് 2 കാര്യങ്ങൾ, ഒന്ന് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം എന്ന നിലയിലാണ്. അതായത് അവർ അത്തരം പല വിഷയങ്ങളിലും ആടി ഉലയുകയാണ്. അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ തന്നെയും തൻ്റെ പാർട്ടിയും ഉപയോഗിക്കുകയാണ്. അത് UDF-ന് കോൺഗ്രസിന് പ്രത്യേകിച്ച് ഉള്ള മറുപടി കൂടിയാണ്. മാത്രമല്ല ജീസസിൻ്റെ വാക്കുകൾ അദ്ദേഹം ഉദ്ധരിക്കുന്നു. നസ്രത്തിലെ സ്ത്രീകളോട് ജീസസ് പറഞ്ഞതുപോലെ തന്നെ ഓർത്ത് തങ്ങളെ ഓർത്ത് ആരും കരയണ്ട, നിങ്ങളെ തന്നെ ഓർത്ത് നിങ്ങൾ കരഞ്ഞാൽ മതി എന്ന്.
തീർച്ചയായിട്ടും ബൈബിൾ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം തന്റെ വാക്കുകൾ വാർത്താ സമ്മേളനം തുടങ്ങിയത് തന്നെ. കാരണം തങ്ങളെ ഓർത്താരും കരയേണ്ടതില്ല, നിങ്ങളെ ഓർത്ത് തന്നെ കരഞ്ഞാൽ മതി എന്ന് അദ്ദേഹം വ്യക്തമായ സന്ദേശം ബൈബിൾ വചനത്തിലൂടെ UDF നേതൃത്വത്തെ ഓർമ്മപ്പെടുത്തുകയായിരുന്നു. UDFുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിവാദങ്ങൾ, പ്രത്യേകിച്ച് പാലക്കാട് MLA ആയിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റും അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യലുമൊക്കെ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ നാണക്കേട് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല അത്തരം കാര്യങ്ങൾ വാർത്തകളിൽ സജീവമാകുമ്പോൾ ആ വാർത്തകളെ തമസ്കരിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് മുന്നണി വിടുകയാണ്, അല്ലെങ്കിൽ ഇടതുമുന്നണിയെ വലിയ പ്രശ്നങ്ങളാണ് എന്ന് സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം വാർത്തകൾ സൃഷ്ടിക്കപ്പെടുന്നത് എന്നാണ് ജോസ് കെ മാണി വ്യക്തമാക്കുന്നത്. സ്വാഭാവികമായും ജോസ് കെ മാണിയുടെ ആ സംശയം സാധൂകരിക്കുന്ന തരത്തിലുള്ള സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യുകയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചോദ്യം ചെയ്യൽ തുടരുകയും അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കുകയും ഒപ്പം തന്നെ കസ്റ്റഡിയിൽ വിടുകയും കസ്റ്റഡിയിൽ വിട്ടതിനു ശേഷം അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കുകയും ഒപ്പം തന്നെ തെളിവുകൾ ശേഖരിക്കുകയും ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം റൂം എടുത്ത് യുവതിയെ പീഡിപ്പിക്കപ്പെട്ട ഇടങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുമ്പോൾ അത്തരം വാർത്തകൾ തമസ്കരിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് ഇടതുമുന്നണി വിടുകയാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ സൃഷ്ടിക്കാൻ വേണ്ടി ഒരുപറ്റം മാധ്യമങ്ങൾ നടത്തുന്ന ബോധപൂർവമായ പരിശ്രമം, ആ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം വാർത്തകൾ സൃഷ്ടിക്കപ്പെടുന്നത്. അതിന്റെ ഭാഗമായി എല്ലാ ദിവസവും രാവിലെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് ഞങ്ങൾ ഇടതുമുന്നണി വിടുകയില്ല എന്ന തരത്തിൽ പ്രതികരണം നടത്തേണ്ട അവസ്ഥയൊന്നും കേരള കോൺഗ്രസിലില്ല. കേരള കോൺഗ്രസ് ഇടതുമുന്നണിക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്നുള്ള നിലപാടാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അജിംഷാദ്.